അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല, 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു പാഠമാണ് ഈ വചനത്തിലൂടെ യേശു നമുക്ക് നൽകുന്നത്. അതായത് അതിരുകളില്ലാത്ത ക്ഷമ. എത്ര തവണ ക്ഷമിക്കണമെന്ന് പത്രോസ് ചോദിച്ചപ്പോൾ 7 തവണ എന്നത് വലിയ ഒരു ഔദാര്യമായാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ യേശുവിൻ്റെ മറുപടി ഇതായിരുന്നു, 7 പ്രാവശ്യമെന്നല്ല, 70 പ്രാവശ്യം. ഇതിനർത്ഥം ക്ഷമ എന്നത് നാം അളന്നു നൽകേണ്ട ഒന്നല്ല എന്നാണ്. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചവർക്ക് ക്ഷമ എന്നത് ഒരു ജീവിത ശൈലിയായി മാറണം. ക്ഷമ എന്നത് ക്രൈസ്തവ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്നും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തയ്യാറാകാത്ത ഹൃദയത്തിന് ദൈവകരുണ സ്വീകരിക്കുവാൻ കഴിയുകയില്ലെന്നും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു. ഈ നോമ്പുകാലം നമ്മുടെ ഹൃദയങ്ങളെ സത്യസന്ധമായി പരിശോധിക്കാനുള്ള സമയമാണ്. നാം ഇനിയും ക്ഷമിക്കാത്ത ആരെങ്കിലുമുണ്ടോ? നാം ഇന്നും ചുമന്നുകൊണ്ട് നടക്കുന്ന പകയുണ്ടോ? ആ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാനും കരുണയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. പഴയ നിയമത്തിൽ ദാവീദിൻ്റെയും സാവൂളിൻ്റെയും ജീവിതം ഇതിന് വലിയ ഉദാഹരണമാണ്. സാവൂൾ തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടും അവസരം കിട്ടിയപ്പോൾ പ്രതികാരം ചെയ്യാൻ ദാവീദ് തയ്യാറായില്ല. പകരം സാവൂളിനോട് കരുണ കാണിക്കുകയും നീതി ദൈവത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ദേഷ്യത്തേക്കാൾ ക്ഷമയെയും പ്രതികാരത്തേക്കാൾ ദൈവത്തിലുള്ള വിശ്വാസത്തെയും തിരഞ്ഞെടുത്ത ഒരു ഹൃദയമാണ് ദാവീദിനുണ്ടായിരുന്നത്. പുതിയ നിയമത്തിൽ ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധ സ്തേഫാനോസിനെ നാം കാണുന്നു. തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നവർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചത്, ദൈവമേ, ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ക്ഷമ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ് പ്രതിഫലിപ്പിച്ചത്. വിശുദ്ധരും ഈ പാതയിൽ നമുക്ക് വഴികാട്ടികളാണ്. വിശുദ്ധ മരിയ ഗുരുത്തി തൻ്റെ അക്രമിയോട് ക്ഷമിക്കുകയും അവൻ്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് പിന്നീട് അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. സ്നേഹമുള്ളവരെ, ദൈവം എണ്ണമറ്റ തവണകളായി നമ്മോട് ക്ഷമിച്ചിട്ടുണ്ട്. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നാം അവിടുത്തെ കരുണ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. നാം വിദ്വേഷം ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സ്വതന്ത്രമാവുകയും ദൈവകൃപയ്ക്കായി തുറക്കപ്പെടുകയും ചെയ്യുന്നു.